ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നും ഏകദേശം 9,000 വേക്കൻസിയിലേക്കാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. കാണാം, നമ്മുടെ ചാനലിൽ ഏകദേശം 10 ദിവസം മുൻപ് ഇട്ട വീഡിയോ ആണ് ടെക്നീഷ്യൻ 9,000 പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് അതിൻ്റെ ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്കറിയാം ഈ പറയുന്ന 10ാം ക്ലാസ് IT, അതുപോലെ 10ാം ക്ലാസ് അപ്രന്റീഷിപ്പ്, പിന്നെ +2 ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികൾ ഇതിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറുടെ കൗണ്ട് കൂടെ കാണാൻ 48,700 മുകളിലൊരു നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു 1 lakh നമുക്ക് വന്ന ആ പ്ലേ ബട്ടണൊക്കെ കിട്ടുവാൻ നിങ്ങളുടെയും ആ ഒരു സപ്പോർട്ട് വേണം. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ നമ്പർ, ഇവിടെ കാണാൻ പറ്റും CN സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ 2/2024. ഇപ്പം 1/2024 ഇപ്പം വന്നത്. അത് ലോക്കോ പൈലറ്റ് ആയിരുന്നു, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ ആണ് വന്നത്. ഇത് ടെക്നീഷ്യൻ്റെതാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ. നിങ്ങൾക്ക് കാണാം CN നമ്പർ 2/2024. ഇതാണ് നോട്ടിഫിക്കേഷൻ നമ്പർ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിന്ന് കാണാൻ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3യും അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്നാണ് ആദ്യം പറയുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് March 3 ആയിരിക്കും. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഡേറ്റ് പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട പോസ്റ്റിനൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക, എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് വരട്ടെ അങ്ങനെ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അടുത്ത വർഷം നമ്മളതിൻ്റെ ഇത് പറയുന്നു, ഇത്തരം സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് അടുത്ത വർഷം ഈ ഒരു നിശ്ചിതമായിട്ടുള്ള ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് അടുത്ത വർഷം എന്ത് ചെയ്യും, അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് ഇതിൻ്റെ ഓൺലൈൻ ഡേറ്റ്, അതായത് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് March 9 ആണ്. March 9 മുതൽ നിങ്ങൾക്ക് April 8 വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പോൾ March 9 മുതൽ എനിക്ക് April 8/4/2024 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സമയം വരെ കാത്തിരിക്കേണ്ട, ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. നിങ്ങൾ വീഡിയോ കാണുന്ന ആ ദിവസം തന്നെ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലത് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പം വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകൾ നിങ്ങൾ നോക്കണം. വെറുതെ വീഡിയോ ക്ലാസ്സൊക്കെ പഴയ അവർ റെക്കോർഡ് ചെയ്ത് അങ്ങനെയുള്ള ക്ലാസ്സുകളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം അതൊക്കെ അവർക്ക് റവന്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ഇഫക്റ്റീവായിട്ട് ലൈവ് സെഷനൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ ലൈവ് സെഷനുള്ള ക്ലാസ്സുകളുണ്ട്, മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. വീഡിയോ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴോ ഇട്ട കണ്ടൻറ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യാതെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിൽ വരാറുണ്ട്. ഒരുപാട് എറർ മിസ്റ്റേക്കൊക്കെ വരാറുണ്ട്. ലൈവ് സെഷൻ ആകുമ്പോൾ അവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും എറർ എന്നാൽ അപ്പം തന്നെ കുട്ടികളത് എന്ത് ചെയ്യും, ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അതിലുള്ള കുറച്ചും പാടെ ഒരു ഇതുണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റേത് നമുക്ക് ഒരുപാട് പഠിക്കുമ്പം തന്നെ നമുക്ക് ഒരു ആത്മാർത്ഥതയൊക്കെ കുറയും, നമുക്കും കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ലൈവ് സെഷനുള്ള ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങളത് ഫോളോ ചെയ്യുക. ഓക്കെ, അതല്ല ഇനി വീഡിയോ ക്ലാസ് അത്രയും അടിപൊളിയാണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രം നിങ്ങൾ അത്രയും ക്ലാസ്സുകൾ എടുക്കുക. ഇനി അതെല്ലാം നമുക്ക് അതത് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയി പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ബുക്കൊക്കെ വാങ്ങി വെറുതെ നമ്മൾ പഠിക്കുക എന്നുള്ളത് അത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാനൊക്കെ കുറച്ച് ഒരാൾ വേണം അല്ലേ, ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും സപ്പോർട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. അതുപോലെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, ഓൾ ഇന്ത്യ ലെവലാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 നമുക്ക് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത് 5 ആണ് പേ ലെവൽ വരുന്നത്. ഇതിൻ്റെ ഇനീഷ്യൽ പേയ്മെൻറ്റ് നമുക്ക് 29,200 ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെച്ച് പറയാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 36 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മിനിമം ഏജ് 18ഉം ഈ പറയുന്ന 1/7/2024 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. 1/7/2024 നിങ്ങൾക്ക് 18 മുതൽ 36 ആണ് നിങ്ങളുടെ ഏജ് എങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 39 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ നിശ്ചിതമായിട്ടുള്ള എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ളവർക്കൊക്കെ നിശ്ചിതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. PWD കാൻഡിഡേറ്റ്സിനൊക്കെ നിശ്ചിതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ വാക്കൻസീസ് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണെങ്കിൽ 1100 വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേ ലെവൽ 2 ആണ്, 19,900 ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ഇനീഷ്യൽ പേയ്മെൻറ്റ് കിട്ടുക.
ഇതിന് മറ്റു അനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ 18 to 33 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. മിനിമം 18, മാക്സിമം 33. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇത്രയും ഏജ് കൂട്ടി വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണയുടെ ആ ഒരു റിലാക്സേഷൻ തന്നിട്ടുണ്ട്. 3 വർഷത്തെ കൊറോണൻ്റെ ആ ടൈമിൽ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ആ 3 വർഷത്തെ റിലാക്സേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏജ് ലിമിറ്റ് ഇത്ര ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ അവർക്ക് 36 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. 7900 വേക്കൻസിയാണ് നമുക്കിതിൽ വന്നിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ. ഇതിൽ 9000 വേക്കൻസി അങ്ങനെ ടോട്ടൽ രണ്ടും കൂടെ നമുക്ക് പറയുന്നത് വേക്കൻസി കൂടാനാണ് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് 9/3/2024 അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഒരു ഡേറ്റിലായിരിക്കും നമുക്ക് ഏകദേശം കിട്ടുക. ഓക്കെ, ആ സമയത്ത് നമുക്കിതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ നിരന്തരം വാച്ച് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഏജ് റിലാക്സേഷനും പോസ്റ്റ് റിസർവേഷനൊക്കെ നമുക്ക് നിശ്ചിതമായുള്ള ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതിലേക്ക് എക്സാമിനേഷൻ ഫീ ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. അതിൽ തന്നെ 100 രൂപയാണ് അതിൻ്റെ ഫീ ആയിട്ട് എടുക്കുന്നത്. ബാക്കി 400 രൂപ നമുക്ക് റീഫണ്ട് ലഭിക്കും. ഇനീഷ്യലി നമ്മൾ 500 രൂപ അടയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ SC/ST എക്സ് സർവീസ്മാൻ PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ 250 രൂപ അടച്ചാൽ മതി. ആ 250 രൂപ നമുക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ലഭിക്കും. ഈ പറയുന്ന SC/ST ആണെങ്കിൽ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ PWD അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 250 അടിച്ചാൽ 250 രൂപയും എക്സാം എഴുതി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുള്ളൂ കേട്ടോ. കാരണം എന്തിനാ അത് വെച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ PSCയിലൊക്കെ എന്താണ് നമുക്ക് ഫീ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കും, പക്ഷേ നമ്മൾ പോകില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ചാൽ PSCക്ക് ഒരുപാട് നഷ്ടമാണ്. കാരണം നമുക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ അത് നടത്തുന്നുണ്ടാകും, പക്ഷേ എന്താണ് നമ്മൾ പോകാത്തതുകൊണ്ട് അത് അവർക്ക് നഷ്ടമാണ്. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി എല്ലാവരെയും എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഴുതിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ടില്ല നമുക്ക് റീഫണ്ട് ലഭിക്കില്ല. എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ റീഫണ്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ മറ്റുള്ള ജനറൽ മെയിൽ കാൻഡിഡേറ്റ്സ് OBC ഒക്കെ ആണെങ്കിൽ 500 രൂപ ആദ്യം അടിക്കണം. SC/ST എക്സ് സർവീസ്മാൻ PWD ഫീമെയിൽ ആണെങ്കിൽ 250 രൂപ അടിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ജനറൽ OBC മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 400 രൂപ അവർക്ക് റീഫണ്ട് ലഭിക്കും. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ PWD എക്സ് സർവീസ്മാൻ SC/ST ആണെങ്കിൽ അവർക്ക് 250 രൂപയും റീഫണ്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഡേറ്റ് എന്താണ് കറക്റ്റാണ്. ഈ ഡേറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനെ അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റാക്കുക എന്നുള്ളതാണ്. എല്ലാം ശരിയാക്കി വെക്കുക. പിന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേഷൻ വന്നാലും നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ, ഇപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതോടൊപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ആരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് ധാരണ ലഭിക്കുകയും അത്തരം വീഡിയോസൊക്കെ നമുക്ക് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും. താങ്ക് യു.